കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫോട്ടോ കണ്ടു. മമ്മൂട്ടിയും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ. വളരെ മനോഹരമായൊരു ചിത്രമായിരുന്നു അത്. ആ ചിത്രത്തിന് ഒരുപാട് സന്ദേശങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, മമ്മൂട്ടിക്ക് ഈ പത്മ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയപ്പോൾ എടുത്തൊരു ചിത്രമാണ് അത്. അദ്ദേഹം അത് വാങ്ങാൻ പോകുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ തൊഴുത് വണങ്ങിക്കൊണ്ട് പോകുന്നതൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ ഈ ചിത്രം നമ്മോട് പറയുന്നത്, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മമ്മൂട്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നടൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്ക് നിലപാടുകളുണ്ട്. പല അവസരങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം BJP സംഘപരിവാർ രാഷ്ട്രീയമാണ്. പക്ഷേ മമ്മൂട്ടി അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യക്തിയല്ല. അദ്ദേഹം കൈരളി TV-യുടെ ചെയർമാനാണ്. CPM-മായി ബന്ധപ്പെട്ട് ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുമായി ചിത്രങ്ങൾ എടുക്കാൻ ഒരു നിലപാടില്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പോകില്ല. പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം നിർത്തിക്കൊണ്ട് ദുൽഖറിൻ്റെ കയ്യിലൊക്കെ പ്രധാനമന്ത്രി പിടിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇതൊരു മതേതരത്വ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ഒക്കെ പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്നും മമ്മൂട്ടി എടുത്ത മമ്മൂട്ടിയുടെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ മമ്മൂട്ടിക്ക് കൃത്യമായ രീതിയിൽ മമ്മൂട്ടിക്ക് ഒരു നിലപാടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. പലപ്പോഴും പലരും ഇതൊന്നും പാലിക്കാറില്ല. കാരണം തങ്ങളുടെ ആരാധകരെ പേടിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് തോന്നിക്കൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ പലരും മടിക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ RSS രാഷ്ട്രീയത്തെയോ മമ്മൂട്ടിയുടെ ആരാധകരുടെ ഒരു ഭൂരിഭാഗം പേർക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എന്നാൽ പോലും മമ്മൂട്ടി എടുത്ത ആ നിലപാടുകൾ അത് ഒരു മമ്മൂട്ടി നൽകുന്നൊരു സന്ദേശം കൂടിയാണ് അതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇത് ഒരു വർഗീയമായ സംഭവങ്ങളല്ല, അല്ലെങ്കിൽ ഒരു മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം എടുത്ത ചിത്രങ്ങളും ഒക്കെ നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ്. അതുമാത്രമല്ല, മമ്മൂട്ടിയുടെ ആ ഒരു നിലപാടുകൾ, ദീർഘവീക്ഷണം, ഇതൊക്കെ തന്നെ ഇതിൽ നിന്ന്. കാരണം ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇത് ഒളിച്ചു വയ്ക്കാം. പക്ഷേ അദ്ദേഹം ആ ഒരു നിലപാടിൽ ഊന്നിക്കൊണ്ട്, അദ്ദേഹത്തിന് അറിയാം തൻ്റെ കഴിവ് എത്രമാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഴിവ് അനുസരിച്ച് തനിക്ക് കഥാപാത്രങ്ങൾ കിട്ടും, തൻ്റെ പ്രേക്ഷകരൊന്നും തന്നെ വിട്ട് പോവില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു നടൻ കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ്, നല്ലൊരു വ്യക്തിത്വം കൂടിയാണ്. പലപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ പല അവസരങ്ങളിലും മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൃത്യമായി പ്രകടിപ്പിക്കുന്നൊരു വ്യക്തി കൂടിയാണ്, നിലപാടുകളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ചിത്രം നൽകുന്നത് ഒരു വലിയ സന്ദേശം കൂടിയാണ്.